മാനന്തവാടിയിൽ പോലീസ് ജീപ്പ് ഇടിച്ച് വഴിയോര കച്ചവടക്കാരൻ മരിച്ചു. 4 പേർക്ക് പരിക്ക്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടില്ലെന്ന് ധനമന്ത്രി. മുൻഗണനാവൽക്കരണത്തിന് തദ്ദേശ ഫണ്ടുമായി ബന്ധമില്ല. അദാനിയുടെ നഷ്ടം 88,000 കോടി, അംബാനിയുടേത് 28,000 കോടി. ഓഹരി തകർച്ചയിൽ വീണ് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാർ. കർണാടകയിൽ ആശമാർക്ക് വേതനം വർദ്ധിപ്പിച്ചത് മുൻകാല പ്രാബല്യത്തോടെ. സമരം നയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കൊടുവാൾ കടലാസിൽ പൊതിഞ്ഞ് ആളുകൾ നോക്കി നിൽക്കെ വയോധികനെ വെട്ടി, പ്രതി പിടിയിൽ. BSNL, MTNL എന്നിവ സർക്കാർ സ്വകാര്യവൽക്കരിക്കുന്നില്ലെന്ന് ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസരി. ആറ്റുകാൽ പൊങ്കാല ചൂട് വളരെ കൂടുതലായതിനാൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. സമ്പൽ ഇസ്ലാമിന് മുമ്പേ ഉള്ളത്, അതെവിടെയും എപ്പോഴും പറയുമെന്ന് യോഗി ആദിത്യനാഥ്. 7 അദാനി വിമാനത്താവളങ്ങൾ വഴി 6.8 ദശലക്ഷത്തിലധികം ഡിജി യാത്രാ ഉപയോക്താക്കൾ. സൊമാറ്റോ, സ്വിഗ്ഗി എന്നിവയുടെ ആധിപത്യം തകർക്കാനൊരുങ്ങി റാപ്പിഡോ.